ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുക വേറൊന്നുമല്ല, നമ്മളൊരു ചിരട്ട മോതിരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ചിരട്ടയിലും ഉണ്ടാക്കിയേക്കുന്ന ക്രാഫ്റ്റ് വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഈ ചാനലിൽ. അപ്പം അതിൻ്റെ ഒരു കമൻറ്റ് വന്നാണ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഇടാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ പറയട്ടെ, അതിനകത്ത് കാണുന്ന ക്രാഫ്റ്റ് അല്ല, അതായത് അതിനകത്ത് ചെയ്തേക്കുന്ന ക്രാഫ്റ്റ് എല്ലാം നമ്മൾ നമ്മുടെ മെയിൻ ചാനലായ മാസ്റ്റർ ഐഡിയാസിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാനൽ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതിനകത്ത് എല്ലാ വീഡിയോയും, അതിനകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ആ പുള്ളി ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഇടുവാണ്. നമ്മൾ മോതിരം ഉണ്ടാക്കുന്നത്, അതായത് നമുക്കെല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വസ്തുവാണ്. ഇതാണ് മോതിരം. അപ്പോൾ അതുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം ചിരട്ട വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു മോതിരം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലാഗട്ടിനി നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ട ചിരട്ട നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി കിഴുത്ത ഇങ്ങനെ കിഴിച്ച് വെച്ചിട്ടുള്ളത് പോലെ തോന്നും. അത് വേറൊന്നുമല്ല, നമ്മുടെ മാസ്റ്റർ ഐഡിയാസിനകത്ത് നമ്മൾ ഇതുപോലെ സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കിഴിച്ചതാണ്. അപ്പം ഇതുപോലത്തെ റൗണ്ട് ബിറ്റുണ്ട്, ആ ബിറ്റിട്ട് നമ്മൾ കിഴിച്ച് ഉണ്ടാക്കി എടുത്ത റൗണ്ടാണ്. അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ വിരലിടാവുന്ന ഓട്ട, അതായത് വിരൽ നമ്മൾ കയറ്റിയിടാവുന്ന ഓട്ടയായിട്ട് എടുക്കാൻ പോകുന്ന ഇതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കിഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ണുള്ളത് കണ്ടോ, ഈ കണ്ണ് കിഴിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ എന്തുവേലും സ്ക്രൂ ഡ്രൈവറോ ഇട്ടിട്ട് ഈ വലിയ കിഴുത്തയാക്കി മാറ്റണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി വീട്ടിലോട്ട് കയറി കറണ്ടൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സ്ഥലം, അതായത് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നിടത്ത് വന്നിരുന്ന് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ കിഴുത്തയില്ലാത്തവർ ഇതുകൂടെ കണ്ണുള്ള ചിരട്ട ഇതുപോലെ കിഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ ചുറ്റിയെടുത്തിട്ട് നമ്മുടെ എത്ര അളവെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അളവിൽ നമ്മൾ ഇതൊന്ന് ഉരച്ച് റൗണ്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ 2 ചിരട്ട നമുക്ക് 2 വട്ടം മാത്രം മതി ഇതിനകത്തുനിന്ന്. അപ്പോൾ ഇതുപോലെ 2 കണ്ണുള്ള ചിരട്ട ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക, എന്നിട്ടെടുത്ത് റൗണ്ടാക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ ബിറ്റില്ലാത്തവർ, അതായത് ഇതുപോലെ കിഴിക്കാൻ പറ്റാത്തവരാണ് നമ്മളിങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിരട്ട ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് നമുക്ക് 2 വട്ടമാണ് വേണ്ടത്. അപ്പോൾ ആ 2 വട്ടം നമ്മൾ സ്ക്വയറിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആഴ്സോ ബ്ലേഡിനൊന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആഴ്സോ ബ്ലേഡ് വെച്ച് നന്നായിട്ടൊന്ന് സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ സ്ക്വയറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്വയറിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം കൂടെ നമ്മൾ അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ നാരും ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കണം. അതായത് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ഫിനിഷ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഉരയ്ക്കുമ്പോൾ അതായത് ഈ ഒരു എന്താ പറയുക, ഈ സി പോലെ ഇരിക്കുന്ന ഈ ഭാഗമില്ല, അതായത് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറിയിരിക്കുന്ന ഭാഗം നമ്മൾ ഉരച്ച് നേരെയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പലകയിൽ ഒരു 80ൻ്റെ സാൻഡ് പേപ്പർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്താണ് ഇട്ട് നമ്മൾ ഉരച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉരച്ച് എടുക്കണം. ഇതുപോലെ നമ്മൾ സമയം എടുത്ത് നല്ലപോലെ ഉരച്ചെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ലപോലെ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അത് ചെയ്യാം. ഇത് 2 ഒരുമിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലഷ് കുക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക, അതായത് ഇത് ഒട്ടിച്ചെടുക്കുക. ഗൈസ്, നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ഫ്ലഷ് കുക്കാണ്. അപ്പം നമ്മൾ ഈ സൈഡിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ പ്ലസ് കുക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റൗണ്ടിലൊന്ന് ഉരച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. അതായത് ഈ സ്ക്വയർ ഷേപ്പ് നമ്മൾ റൗണ്ട് ആക്കുക. അതായത് നിങ്ങൾ ഈ മോതിരം കണ്ടില്ലേ, ഊരി കാണിക്കാം. ഈ മോതിരം കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടിൽ ഉരച്ച് ഫിനിഷ് ചെയ്തെടുക്കുക, അതായത് റൗണ്ടിലാക്കിയെടുക്കുക, ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പറിലൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്.
സാൻഡ് പേപ്പറിൽ നമ്മൾ ഇതുപോലെ റൗണ്ടിലൊന്ന് ഉരച്ച് എടുക്കുക. ഇതുപോലെ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഇതായി വരും, അതായത് ഒരഞ്ഞൊരഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ റൗണ്ടാക്കി എടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ മോതിരം നമ്മൾ റൗണ്ടിൽ നമ്മൾ ഉരച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഒരു വാട്ടർ പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ഫിനിഷ് ആക്കി എടുക്കണം, ഒന്നുകൂടെ ഫിനിഷ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ 220 വാട്ടർ പേപ്പർ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരച്ച് ഫിനിഷ് ചെയ്തൊന്ന് കൊടുക്കുക. അപ്പോൾ ഈ സൈഡൊക്കെ നമ്മളൊന്ന് ഉരച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മോതിരം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 220 പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരച്ചിട്ട് അതിനുശേഷം നമ്മൾ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ നമ്മൾ നന്നായി തൂത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയെ നമ്മളൊരു 2 ആഴ്ച ഒക്കെ അതല്ലെങ്കിൽ ഒരാഴ്ച ഒരു ദിവസമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കിട്ടും, ഈ ചിരട്ടയ്ക്ക് നല്ല കറുപ്പ് കിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ അടിപൊളിയായിട്ടൊരു മോതിരം ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം, പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇടാം. നല്ല ഫിനിഷ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ല ഇത് ചിരട്ടയിലുണ്ടാക്കിയതാണെന്ന് പറയത്തേ ഇല്ല, ചിരട്ടയിലുണ്ടാക്കിയതാണെന്ന് നമുക്ക് പറയത്തേ ഇല്ല. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഫിനിഷ് ചെയ്തെടുത്തപ്പോൾ. നമ്മൾ മോതിരം ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. നമ്മുടെ മോതിരം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മോതിരം നമ്മുടെ കയ്യിലിട്ടിട്ടുണ്ട്. മറ്റേ മോതിരം നമ്മൾ കളഞ്ഞിട്ട് നമ്മുടെ മോതിരം നമ്മൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഗായ്സ് നമുക്കിത് നമ്മുടെ കൂട്ടുകാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം, പിന്നെ നമ്മളെ കയ്യിൽ ഉണ്ടാക്കിയിടാം. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ചിരട്ടയിൽ ഉണ്ടാക്കിയതാണെന്ന് പറയത്തേ ഇല്ല, അത്രയ്ക്ക് ഫിനിഷിൽ ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ ചിരട്ടയിൽ ഈ മോതിരം ഉണ്ടാക്കിയതാണെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ മാസ്റ്റർ ഐഡിയാസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്ക്, മാസ്റ്റർ ഐഡിയാസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെയാണ്, ചിരട്ട കൊണ്ടുള്ള ക്രാഫ്റ്റൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോ ഒക്കെ അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നിടം വരെ ബോണി ബെന്നി ബിഗ് സൈനിങ് ഔട്ട്.